ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നേക്കുന്ന ഒരു എഗ്ലെസ് ബ്രൗണി റെസിപ്പിയാണ്. അതിനുവേണ്ടി ആദ്യമേ നമുക്കൊരു ബൗളിനകത്ത് 1/2 കപ്പ് തിക്ക് കർഡ് എടുക്കാം. 3/4 കപ്പ് ഓഫ് പൗഡർഡ് ഷുഗർ. ഇത് നല്ല നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. ഈ പൗഡർഡ് ഷുഗറും തൈരും കൂടെ നല്ല കട്ടി തൈരാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു തുണിയിൽ കെട്ടി വെച്ച് ഒന്ന് തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതിലെ വെള്ളമെല്ലാം എക്സസ് വാട്ടർ എല്ലാം മാറി നമുക്ക് നല്ല കട്ട തൈര് കിട്ടും. അപ്പോൾ അതുപോലെ തൈരാണ് ഞാനിവിടെ ഒരു 1/2 കപ്പ് എടുത്തേക്കുന്നത്. അപ്പോൾ ഷുഗറും തൈരും നല്ലോണം മിക്സ് ആവണം. ഷുഗർ ഫുള്ളി ഈ തൈരിനകത്ത് ഡിസോൾവ് ആവണം. എന്നാലേ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. ഷുഗർ ഒന്ന് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ പാത്രം വെച്ച് അടിച്ച് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. സോ അടുത്തതായിട്ട് ഞാനിവിടെ എടുക്കാൻ പോകുന്ന ഒരു ബാർ ചോക്ലേറ്റാണ്. ഇത് ഡാർക്ക് ചോക്ലേറ്റാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് പീസസ് ആക്കിയിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കണം. സോ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം. ഞാനിപ്പോൾ റഫ്ലി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിവിടെ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ബോളിനകത്തോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചാണ് നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പീസസ് ആക്കി വെച്ചെങ്കിൽ ചോക്ലേറ്റ് എന്നിട്ട് ഞാൻ കുറച്ച് ബട്ടർ മോഡ് ഇടുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലോണം മെൽറ്റ് ചെയ്തെടുക്കാം. എൻ്റെ നമ്മൾ ചോക്ലേറ്റ് നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് സൈഡിൽ വെക്കാം. സോ നമുക്ക് നോക്കാം, നമ്മുടെ ഷുഗർ ഇപ്പം തൈരിനകത്ത് നല്ലോണം മെൽറ്റായി കിട്ടിക്കാണും. നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുകൊണ്ട് നല്ലോണം മിക്സാക്കാം. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ നേരത്തെ മെൽറ്റ് വെച്ചെങ്കിൽ ചോക്ലേറ്റ് കൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇത് നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം. അടുത്തതായിട്ട് നമുക്ക് സ്ട്രെയിനർ എടുക്കാം. അതിനകത്തോടെ ഞാനൊരു 3/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ഇടുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓഫ് കൊക്കോ പൗഡർ, ഒരു 1/4 ടീസ്പൂണിന് ഞാനിവിടെ ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. ആൻഡ് എ പിഞ്ച് ഓഫ് സോൾട്ട്. നല്ലോണം സീവ് ചെയ്തെടുക്കാം. സ്പാറ്റുല വെച്ച് നല്ലോണം മിക്സാക്കി എടുക്കാം. ഫോൾഡ് ആൻഡ് ബൈൻഡിൻ്റെ ഇതാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് എന്തെങ്കിലും റൊട്ടേറ്റ് ചെയ്യുക, എന്തെങ്കിലും ബൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എയർ ബബിൾസ് വരാതിരിക്കും. എൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനിവിടെ ഇനി ബേക്കിംഗ് ട്രേ എടുക്കാൻ പോകുന്നത്. അതിനകത്ത് ഞാൻ പാച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്. സോ ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഈ കേക്ക് മിക്സ് ഒന്ന് പോച്ചി കൊടുക്കാം. ഇത് നമുക്കൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 to 25 മിനിറ്റ്സ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രോപ്പർ ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഇതിന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സോ ഓൾമോസ്റ്റ് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാം. നല്ല പ്രോപ്പർ ടെക്സ്ചറും നല്ല ടേസ്റ്റി ആയ ഒരു ബ്രൗണി റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് ഷുവർ ആയിട്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.